കട്ടപ്പന നഗരസഭ കൌൺസിൽ യോഗം നടന്നു. 15 അജണ്ടകളാണ് യോഗത്തിന് മുൻപാകെ വന്നത്. യോഗത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി ചട്ടം ഭേദഗതി കേരള സർക്കാർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഭരണസമിതി കൌൺസിലിൽ അവതരിപ്പിച്ചു. അതേസമയം ഭൂപതിവ് നിയമ ഭേദഗതി ചെയ്ത സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം നന്ദി പ്രമേയം അവതരിപ്പിച്ചു. 15 അജണ്ടകളായിരുന്നു കൌൺസിൽ യോഗത്തിന്റെ മുൻപാകെ വന്നത്. 2025-26 വാർഷിക പദ്ധതി നിർവഹണം സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. വാർഡ് സഭാ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അപാകത പരിഹരിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായി. വിവിധ ക്ഷേമ പെൻഷനുകൾ കൌൺസിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭയിലുള്ള വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിന്റെ റോഡിൽ സൈൻ ബോർഡ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളുണ്ടായി. കട്ടപ്പന നഗരസഭ നഗര ആരോഗ്യ ക്ഷേമ കേന്ദ്രങ്ങളിൽ വൈദ്യുതി ബാക്കപ്പിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ചും കൌൺസിൽ ചർച്ചകളുണ്ടായി. കട്ടപ്പന നഗരസഭ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായി പൊതു കുടിവെള്ള ATM സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടായി. യോഗത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി ചട്ടം ഭേദഗതി കേരള സർക്കാർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രമേയം ഭരണസമിതി കൌൺസിലിൽ അവതരിപ്പിച്ചു. പദ്ധതികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഭരണസമിതി. ഈ വരുന്ന ഒക്ടോബർ മാസം 6-ാം തീയതി നമുക്ക് ഏറ്റവും കരുതൽ വേണ്ട, നമ്മൾ പരിചരിക്കപ്പെടേണ്ട വയോജന സംഗമം CSI ഗാർഡനിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനായ ജില്ലാ കളക്ടർ ആ പരിപാടി. അതേസമയം ഭൂനിയമ ഭേദഗതി ചെയ്ത സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം നന്ദി പ്രമേയവും അവതരിപ്പിച്ചു. എല്ലാ കാലത്തും ഇതിനു മുമ്പ് നമുക്കറിയാം 2016 വരെ കേരളം ഭരിച്ചത് ഓരോ 5 വർഷം കൂടുമ്പോഴും മാറി മാറിയാണ്. അതായത് കെ കരുണാകരൻ 3 ടൈം മുഖ്യമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി 2 ടൈം മുഖ്യമന്ത്രിയായിരുന്നു, AK ആന്റണി 3 ടൈം മുഖ്യമന്ത്രിയായിരുന്നു. അതോടൊപ്പം ആർ ശങ്കർ 2025-26 സാമ്പത്തിക വർഷത്തിലെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ലിസ്റ്റിൽ ജലസേചന, പമ്പ് സെറ്റ്, കമ്പിളി വിതരണം എന്നിവ പദ്ധതി ഉൾപ്പെട്ടിട്ടില്ലാത്ത സംബന്ധിച്ചും ചർച്ചയും തീരുമാനമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.